ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതിഥി ഡ്യൂഡ്. ഇന്നത്തെ വീഡിയോ പറയുന്നത് എൻ്റെ ഈ ഡോൾ ഹൗസ് കണ്ടോ. ഇത് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും കൂടി തന്നതാണ്. ഇതുവരെ ആയിട്ട് ഞാനിത് യൂട്യൂബിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഇനി ഡോള് കൊണ്ട് ഇതിൽ ആക്ട് ചെയ്യണ വീഡിയോയും ഞാൻ ഇടാം കേട്ടോ. അടുത്ത വീഡിയോ അതായിട്ടിടാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവയെല്ലാം ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഡോൾ സെറ്റിലുള്ള ഡോൾ ഹൗസിലുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ആദ്യത്തെ മെയിൻ സാധനമാണല്ലോ നമ്മളെ ഡോളുകൾ. അപ്പോൾ ഇതിൽ എനിക്ക് 2 ഡോളേ ഉള്ളൂ. ഒന്ന് ഏട്ടൻ വാങ്ങിച്ചു തന്നതും ഒന്ന് ഒരു അമ്മയും കുട്ടിയും വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ്. 3 ഉണ്ടായിരുന്നു. 2 കാണാണ്ടായി. പിന്നെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് 2 ഡോൾസ്. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമുക്കൊരു കുഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. കുഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ഈ സഞ്ചിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുന്നതാണ്. ഈ ഡോൾ ഹൗസിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത് 2 ഞാൻ വേർപെടുത്തട്ടെ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കാണിക്കുമ്പോൾ മാറിപ്പോവും. ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ ഉള്ളത്. ഇത് ഡോറാണ്. ഡോറ് പൊട്ടിപ്പോയി എന്നല്ല, ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഡോറാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ ഡോർ ആവശ്യമില്ല. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു കുഞ്ഞി വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ഒരു കുഞ്ഞി പുതപ്പാണ്. 2 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പുതയ്ക്കാൻ പുതപ്പ് വേണ്ടേ. അപ്പം നമ്മൾ ഒരു കുഞ്ഞി പുതപ്പുണ്ട് ഇതിനൊക്കെ. ഇതെനിക്ക് കാണുമ്പോൾ ലുങ്കീനെ പോലെ തോന്നുകയാണ് ഗൈസ്, മുണ്ടില്ല അതുപോലെ. ഇതൊരു പ്ലേറ്റാണ്, തുരുമ്പ് പിടിച്ച പ്ലേറ്റ് ആട്ടോ ഗൈസ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ വാഷ്റൂമിൽ പോയി വന്നാൽ നമുക്ക് കഴുകാനുള്ളൊരു ടിഷ്യൂ ടവലാണിത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇത് പിന്നെ കുറച്ച് ക്രയോൺസുകളാണ്. ക്രയോൺസ് അല്ല, കുഞ്ഞി ടൂപ്പ് തിക്കില്ലേ, അതിനെ പകുതിയാക്കി മുറിച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ കളർ കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. ഇത് റെഡിയാവും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങളെങ്ങനെ ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പം നമുക്കിതിവിടെ വയ്ക്കാം. പിന്നെ ഉള്ളത് ഇതൊരു കുഞ്ഞി ഹെഡ്ഫോണാണ് ഗൈസ്. ഇവിടെ അപ്പുറത്ത് പഞ്ഞ് വയ്ക്കാൻ മറന്നുപോയി. അത് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോഴേക്കും അതിൽ പഞ്ഞ് വെച്ച് കാണിച്ചു തരാം കേട്ടോ. കളറൊക്കെ കൊടുത്ത് സൂപ്പറാക്കി കാണിച്ചു തരാം. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഈ ഡ്രസ്സാണ് ഇതിൻ്റെ കേട്ടോ. ഈ ഡ്രസ്സ് ഇതിൻ്റെയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇതേപോലത്തെ ഒരു വള്ളി ഉണ്ടായിരുന്നു. അത് തല ഊരിയിട്ട് വേണം ഇടാൻ. അപ്പോൾ എനിക്ക് അത് തല ഊരിയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാറേ ഇല്ല. അപ്പം അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അവിടുത്തെ കട്ട് ചെയ്ത് കളഞ്ഞു. അതാകുമ്പോൾ പിന്നെ ഈസിയാണല്ലോ. ഇതിൻ്റെ ഡ്രസ്സാണ്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ഒരു കുഞ്ഞി സഞ്ചിയാണ്. ഇപ്പോൾ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി വരുമ്പോൾ സഞ്ചി വേണമല്ലോ. പിന്നെ ഉള്ളത് ഒരു ചെരുപ്പ് സ്റ്റാൻഡാണ്. പിന്നെ 3 റാക്കുണ്ട്. 3 റാക്കായിരുന്നു. അതിലത്തെ 2 ഉണ്ട്. ഒന്ന് മിസ്സിങ് ആയിപ്പോയി ഗൈസ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അത് ഇല്ല ഗൈസ്. അത് മിസ്സിങ് ആയിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് അതില്ല. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഇത് കണ്ടോ, ഇത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പോൾ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് ഇടാം. ഇത് പിന്നെ കുറച്ച് ബുക്കുകളാണ് ഞാൻ ഉണ്ടാക്കിയതാട്ടോ ഗൈസ്. ബുക്കുകളാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഷൂ സ്റ്റാൻഡ്. അയ്യോ ഗൈസ്, ഇതിൻ്റെ ഒരു റാക്ക് മിസ്സിങ് ആയിട്ടില്ല. ഞാൻ നോക്കിയപ്പോഴാണ്. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും വിചാരിച്ചു ഇതെങ്ങനെ മിസ്സിങ് ആയി പോയത്. പിന്നെ കേട്ടതാ പൊട്ടിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട്
പിന്നെ ഈ ചെരുപ്പ് സ്റ്റാൻഡ് ഉള്ളത് ഇതിനാണ്. ഇതുണ്ടോ, ചെരുപ്പുകൾ ഇങ്ങനെ വെക്കാം. ഇത് ചേച്ചി, ഇത് അനിയത്തിയാണ്. അനിയത്തിക്ക് മാത്രമേ ചെരുപ്പുള്ളൂ. ഇത് അനിയത്തിക്കുട്ടിയുടെ ചെരുപ്പാണ്. ഇത് അവർക്ക് പഠിക്കാനുള്ള ബുക്കും. ഇത് പിന്നെ ഉള്ളത് എന്താ, ഡ്രോയിങ് ചെയ്യാൻ ക്രയോൺസ് ഉണ്ടല്ലോ, അപ്പോൾ ഡ്രോയിങ് ചെയ്യാനാണ് ഇത്. പിന്നെയുള്ളത് എന്താ വെച്ചാൽ ഒരു ഡ്രസ്സാണ്. എൻ്റെ അച്ചമ്മ തയ്ച്ച് തന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു പട്ടുപാവാട. ഇതാ പട്ടുപാവാട അടിഭാഗം, ഇതാണ് പട്ടുപാവാട. അപ്പോൾ നമ്മളുടെ ഡോൾ സെറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഇത്രയുമാണ്. ഇനി നമ്മൾ ഈ ഡോൾ സെറ്റിൻ്റെ കൂടെ കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാനിനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ്, ഇതൊരു സോഫയാണ് കേട്ടോ ഗൈസ്. ഇതൊക്കെ ഞാൻ